വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന സർവേയർ ഗ്രേഡ് 2ലുള്ള കുറച്ച് പോർഷൻസ് ആണ്. അതിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ചാപ്റ്ററിലോട്ട് പോവാം. ആദ്യം നമ്മളിതിൽ പഠിക്കുന്ന എന്താണ് സർവേയിങ് എന്നാണ്. സർവേയിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ആർട്ടാണെന്ന് ചോദിച്ചാൽ റിലേറ്റീവ് പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവേയിങ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുമ്പം എർത്തിൻ്റെ സർഫസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ നമ്മുടെ എർത്തിൻ്റെ സർഫസ് എടുക്കുകയാണെങ്കിൽ എബോ ഓർ ബിനീത്ത് പോർഷനിലുള്ള ഒരു റിലേറ്റീവ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സർവേയിങ് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ള ഒരു ടേമാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. സോ ലെവലിംഗ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സർവേയിങ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എടുക്കുന്നതും അതുപോലെ ലെവലിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് എടുക്കുന്നതെന്നും ഓർക്കാം. ഓക്കെ, ഇനി നമ്മളിതിൽ നോക്കാൻ പോകുന്നത് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ്, ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് സർവേയിൽ മെയിനായിട്ട് നമ്മൾ രണ്ട് പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു ദി പാർട്ട്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ഫ്രം ഹോൾ ടു ദി പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു ലാൻഡ് ഉണ്ട്, വലിയൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതാണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ലോക്കലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എറേഴ്സ് ഉണ്ടാകുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്നുവെച്ചാൽ എറേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതാണ് ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് പോയിൻറ്റ്സ് ബൈ മെഷർമെൻറ്റ്സ് ഫ്രം 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും 2 റെഫറൻസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ബേസിസ്, ഇപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ 2 ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും ഒരു സൈഡും അറിയാമെങ്കിൽ മൂന്നാമത്തെ ഒരു സൈഡോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിൻറ്റോ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് രണ്ടാമത് പറയുന്ന പ്രിൻസിപ്പിൾ. ആ രണ്ടാമത് പറയുന്ന പ്രിൻസിപ്പിളിൽ 3 കാര്യങ്ങളാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ലീനിയർ മെത്തേഡ്, എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ആംഗുലാർ മെത്തേഡ്, എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ആംഗുലാർ ആൻഡ് ലീനിയർ മെത്തേഡ്. ഇത് 3ആണ് നമ്മൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രിപ്പയർ എ മാപ്പ് ഓർ പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ തന്നെ നമ്മുടെ ഒരു ബൗണ്ടറി, ലാൻഡിൻ്റെ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ നമ്മളൊരു പോയിൻ്റ്, ഒരു ഗ്രൗണ്ടിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സർവേയിങ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അസ്യൂംഡ് ആയിട്ടുള്ള ഒരു ഡേറ്റം യൂസ് ചെയ്ത് ഒരു പുതിയ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ സെറ്റ് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സർവേയിങ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ സർവേയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ കാര്യമാണ് മാപ്പും പ്ലാനും. അപ്പോൾ എന്താണ് മാപ്പ്, എന്താണ് പ്ലാൻ എന്ന് നോക്കാം. അപ്പോൾ മാപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്കെയിലിൽ എന്നുവെച്ചാൽ ലാർജ് ഏരിയനെ സ്മോൾ സ്കെയിലിൽ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലാർജ് ഏരിയ ആയിരിക്കും, നമ്മൾ വരയ്ക്കുന്നത് സ്മോൾ സ്കെയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് മാപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. മാപ്പ് എന്ന് പറയുമ്പം ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഓഫ് ഫ്യൂച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് ഇൻ എ സ്മോളർ സ്കെയിൽ കമ്പയർഡ് ടു പ്ലാൻ. ഓക്കെ, അടുത്ത് നമുക്കൊരു പ്ലാൻ നോക്കാം. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിൻ്റെ നേരൊരു ഓപ്പോസിറ്റ് എടുത്താൽ മതി. പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്കും സ്മോൾ ഏരിയനെ നമ്മൾ ലാർജ് സ്കെയിലിൽ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്നത് സ്മോൾ ഏരിയ, നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ഏരിയ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് സ്കെയിലായിരിക്കും കാണിക്കുന്നത്, ലാർജർ സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലോട്ട് ചെയ്യുന്ന മീൻസ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡിവിഷൻ ഓഫ് സർവേയിങ് ആണ്. ഡിവിഷൻ ഓഫ് സർവേയിങ് അല്ലെങ്കിൽ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പം മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. മെയിൻ ഡിവിഷൻ ഒന്ന് പ്ലെയിൻ സർവേയിങ്ങും ഒന്ന് ജിയോഡറ്റിക് സർവേയിങ്. അപ്പോൾ എന്താണ് പ്ലെയിൻ സർവേയിങ്, എന്താണ് ജിയോഡറ്റിക് സർവേയിങ് എന്ന് നോക്കാം. നമ്മുടെ എർത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ്
ഒരു സ്പിറോയിഡൽ ഷേപ്പ്. ഈ സ്പിറോയിഡൽ ഷേപ്പിനെ നമ്മൾ പറയുന്നതൊരു പേരുണ്ട്, ഒബ്ലേറ്റ് സ്പിറോയിഡ്. അപ്പോൾ നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പിലാണ് എന്തിരിക്കുന്നത്, എർത്ത് ഇരിക്കുന്നത്. ഇതിന് 2 ആക്സിസ് ഉണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഈ നോർത്ത് സൗത്ത് പോളിനെ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ പോളാർ ആക്സിസ് എന്നും ഈസ്റ്റ് വെസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നതിന് ഇക്വേറ്റർ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ആക്സിസ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ എർത്ത് ഒരു കർവേച്ചർ ഷേപ്പിൽ ആണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. സ്പിറോയിഡൽ എന്ന് പറയുമ്പോൾ കർവേച്ചർ ഇൻക്ലൂഡഡ് ആണ്. സോ ആ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാതെ നമ്മൾ സർവേ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്ലെയിൻ സർവേയിങ്. ഇനി എർത്തിൻ്റെ ഈ ഒരു കർവേച്ചർ പോർഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജിയോഡറ്റിക് സർവേയിങ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ പ്ലെയിൻ സർവേ എന്ന് വെച്ചാൽ പേര് പോലെ പ്ലെയിൻ ആയിട്ടായിരിക്കും നമ്മൾ കർവായിട്ടുള്ളൊരു പോർഷനെയും കൺസിഡർ ചെയ്യുന്നത്. മറ്റൊന്ന് വെച്ചാൽ കർവേച്ചർ ഉണ്ടെങ്കിൽ കർവേച്ചർ കൺസിഡർ ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 2 പോയിന്റും ഈ ഒരു കാര്യമാണ് അതിൽ പറഞ്ഞേക്കുന്നത്. 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇതേ കണ്ടീഷൻ തന്നെയാണ് അവിടെ എടുക്കുന്നത്. ഇപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ജോയിൻ ചെയ്താലും കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അത് പ്ലെയിനും കർവേച്ചർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ജിയോഡറ്റിക്കും ആണ് വരുന്നത്. കാരണം ഇതിപ്പോൾ കർവേച്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെറിക്കൽ ഫോമിലായിരിക്കും ആ ഒരു ലൈൻ ജോയിനിങ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്ലെയിൻ സർവേയിങ്ങിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിനെ നമ്മൾ പ്ലെയിൻ ആംഗിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ കർവ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജിയോഡറ്റിക്കിലുള്ള ഫോം ചെയ്യുന്ന ആംഗിൾസിന് സ്പെറിക്കൽ ആംഗിൾസ് എന്ന് പറയും. അതുപോലെ നമ്മുടെ പ്ലെയിൻ സർവേ എന്ന് വെച്ചാൽ 250 പറയുന്നുണ്ട്, ചില ടെസ്റ്റിൽ 258 പറയുന്നുണ്ട്. അപ്പം 258 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ഇത് ഈ 258നെ നമ്മൾ റൗണ്ട് ചെയ്ത് 260 ആണ് ഞാനിപ്പോൾ പറയുന്നത്. 260 കിലോമീറ്റർ സ്ക്വയർ. അപ്പോൾ PSC ചോദിക്കുമ്പോൾ 260 കിലോമീറ്റർ സ്ക്വയർ ചോദിച്ചിട്ടുണ്ട്, 258 ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നോക്കുമ്പോൾ 250 പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. സോ ഞാനിവിടെ 260 ആണ് എടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ 260 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും ഏരിയ കുറവാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് പ്ലെയിൻ സർവേയിങ്. 260 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും മുകളിൽ ചെയ്യാമെങ്കിൽ അത് ജിയോഡറ്റിക് സർവേയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ പ്ലെയിൻ സർവേയുടെയും ജിയോഡറ്റിക് സർവേയുടെയും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ ഇൻസ്ട്രുമെൻ്റ് ബേസ് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ മെത്തേഡ്സ് ഓഫ് സർവേയിങ് ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പർപ്പസ് ബേസ് ചെയ്ത്, പ്ലെയിൻ ബേസ് ഇതുപോലത്തെ ക്ലാസിഫിക്കേഷൻ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്കിനി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കോമ്പസ് സർവേ, അതുപോലെ തന്നെ ചെയിൻ സർവേ, ഇതല്ലാതെ തന്നെ തിയോഡലൈറ്റ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലെയിൻ ടേബിൾ സർവേ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടാക്യോമെട്രിക് സർവേ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് സർവേ നമ്മളിനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്, ഓരോ ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. സോ അതെല്ലാം ഇൻസ്ട്രുമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇനി ഇത് തന്നെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി രണ്ടാമത് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സർവേക്ക് മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും. അതിൽ ട്രയാങ്കുലേഷൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ സർവേ ആണ്. അപ്പോൾ ഇതിൽ ആംഗുലാർ മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ലീനിയർ മെഷർമെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രയാങ്കുലേഷൻ സർവേ ചെയ്യുന്നത്. ട്രാവോ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അതിൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ചെയിനോ ടേപ്പോ വെച്ച് മെഷർ ചെയ്യും. അതിൻ്റെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് കോമ്പസോ തിയോഡലൈറ്റോ വെച്ചൊക്കെ ചെയ്യുന്നതാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കുലേഷൻ്റെ ഒരു എക്സാമ്പിൾ ചെയിൻ പറഞ്ഞാൽ ട്രാവേഴ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കോമ്പസ് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് മെത്തേഡ്സിൽ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ട്രയാങ്കുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോൾ ഏരിയ ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മളതിൽ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ സർവേ ലൈൻ ലെങ്ത് വൈസ് ആയിരിക്കും, ചെയിനോ ടേപ്പോ വെച്ചായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ആംഗുലാർ മെഷർമെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേസമയം ട്രാവേഴ്സിംഗ് എന്ന് പറയുമ്പം സർവേ ലൈൻസിന് ലെങ്തും ഡയറക്ഷൻസും ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും. സോ അങ്ങനെ ലെങ്ത് എന്ന് പറയുന്നത് ടേപ്പോ ചെയിനോ വെച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് കോമ്പസും തിയോഡലൈറ്റും വെച്ചിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് മെത്തേഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പർപ്പസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. പർപ്പസ്, ബേസ്ഡ് ഓൺ പർപ്പസ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ സർവേയുടെ പർപ്പസ് ബേസ് ചെയ്തിട്ടുള്ള സർവേ ആണ്. അതിൽ പറയുന്ന മൈൻ സർവേ ഉണ്ട്, അതുപോലെ ആർക്കിയോളജിക്കൽ, മിലിറ്ററി, ജിയോളജിക്കൽ സർവേ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. മൈൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള വെൽത്ത് അല്ലെങ്കിൽ മിനറൽസ് അത് എക്സ്പോസ് ചെയ്യുന്നത്, എക്സാമ്പിൾ കോള്,
അതുപോലെ തന്നെ ഗോൾഡ്, കോപ്പർ, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഹിഡൻ ആയിട്ടുള്ളത് എക്സ്പോസ് ചെയ്യുന്നത്, ഹിഡൻ വെൽത്ത് എക്സ്പോസ് ചെയ്യുന്നതാണ് നമ്മൾ മൈൻ സർവേ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ റെലിക്സ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് മോണുമെൻറ്റ്സ്, ഇതൊക്കെ വരുന്നതാണ് എന്ത്, ആർക്കിയോളജിക്കൽ സർവേയിൽ. ഇതൊക്കെ കീവേഡാണ്, ഞാൻ ഈ പറയുന്നതൊക്കെ കീവേഡായിട്ടൊന്ന് നോക്കി വെക്കുക. മിലിറ്ററി സർവേയിൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെയാണ് മിലിറ്ററി സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ എന്ന് പറയുമ്പോൾ കൂടുതലും സബ് സോയിലിൻ്റെ കണ്ടീഷൻ, അതുപോലെ ഡിഫറെൻറ്റ് സ്ട്രാറ്റ, നമ്മുടെ എർത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്ട്രാറ്റ, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള സർവേയിങ് ആണ് ജിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പർപ്പസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ക്ലാസിഫിക്കേഷൻ പ്ലേസ് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഏത് പ്ലേസിലാണ് സർവേ ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് ഇനി പറയുന്നത്. സോ അതിൽ ലാൻഡ് സർവേ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളജിക്കൽ സർവേ ഉണ്ട്, ഏരിയൽ സർവേ ഉണ്ട്, അസ്ട്രോണമിക്കൽ സർവേ ഉണ്ട്. ഇതിൽ ലാൻഡ് സർവേ, ഈ ലാൻഡ് സർവേ എന്ന് പറയുന്നത് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലാൻഡ് സർവേ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടോപ്പോഗ്രഫിക്കൽ സർവേ, രണ്ടാമത്തത് കഡസ്ട്രൽ സർവേ, മൂന്നാമത്തത് സിറ്റി സർവേ, നാലാമത്തെ എൻജിനീയറിംഗ് സർവേ. അപ്പോൾ ലാൻഡ് സർവേ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ, എഞ്ചിനീയറിംഗ് സർവേ. ഈ എഞ്ചിനീയറിംഗ് സർവേ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റിക്കഗ്നൈസൻ സർവേ, പ്രിലിമിനറി സർവേ, ലൊക്കേഷൻ സർവേ. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിലുള്ള നാച്ചുറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ്. നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പറയുമ്പോൾ റിവേഴ്സ്, ലേക്സ്, ഹിൽസ് ഒക്കെയാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റെയിൽവേസ്, റോഡ്സ്, ബ്രിഡ്ജസ്. അപ്പോൾ ഇതിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർവേ ആണ് ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന കഡസ്ട്രൽ സർവേ ആണ്. കഡസ്ട്രൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഓണറോ അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടിയോ ഒക്കെ ആണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അതിൻ്റെയൊക്കെ ബൗണ്ടറി ലൈൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സർവേ ആണ് കഡസ്ട്രൽ സർവേ. ഈ കഡസ്ട്രൽ സർവേ കൂടുതലും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അടുത്ത സിറ്റി സർവേ എന്ന് പറയുമ്പോൾ സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ് സിറ്റി സർവേയിൽ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ സീവർ ലേ ചെയ്യുന്നത്, അതിൻ്റെ വാട്ടർ ലൈൻസ്, റെയിൻ വാട്ടർ ഡിസ്പോസൽ, ഒരു സ്ട്രീറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം തന്നെ സിറ്റി സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ് സർവേയിൽ പൊതുവേ നമ്മൾ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ റിക്കഗ്നൈസൻ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സൈറ്റ് ഇപ്പോൾ കണ്ടു, അത് ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റഫ് കോസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആ റിക്കഗ്നൈസൻ സർവേയിൽ വരുന്നത്. പ്രിലിമിനറി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രിസൈസ് റഫ് കോസ്റ്റ് ഒക്കെയാണ് നേരത്തെ കണ്ടുപിടിച്ചതെങ്കിൽ ഇപ്പോഴത്തേൽ പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ, മോർ പ്രിസൈസ് ഡേറ്റയും അതുപോലെ തന്നെ കുറച്ച് ആക്യുറേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റും ആയിട്ടായിരിക്കും നമ്മൾ പ്രിലിമിനറി സർവേ ചെയ്യുന്നത്. ലൊക്കേഷൻ സർവേ എന്ന് പറയുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിനി പ്ലോട്ട് ചെയ്യുകയാണ്, എന്ന് വെച്ചാൽ സെറ്റിംഗ് ഔട്ട് ചെയ്യുകയാണ്. ഗ്രൗണ്ടിൽ സെറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലൊക്കേഷൻ ഓഫ് സർവേയിൽ വരുന്നത്. ഇനി ഈ ലാൻഡ് സർവേയിൽ തന്നെ വരുന്ന ലാൻഡ് സർവേയുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന ടൈപ്പാണ് ഹൈഡ്രോളജിക്കൽ സർവേ. ഹൈഡ്രോളജിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ വാട്ടർ ഏരിയയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോഗ്രാഫിക്കൽ സർവേ നമ്മൾ ചെയ്യുന്നത്. അടുത്തത് മറൈൻ സർവേ ആണ്. മറൈൻ സർവേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നെവിഗേഷൻ. ഓക്കെ, നാവിഗേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട്, വാട്ടർ ബോഡീസിൻ്റെ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഇപ്പോൾ ഹാർബർ വർക്കൊക്കെ വരുന്നത് മറൈൻ സർവേയിലാണ്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മറൈൻ സർവേ എന്ന് പറയുന്നത്. ഏരിയൽ സർവേ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ജിയോമാറ്റിക്സ് അല്ലെങ്കിൽ മറ്റ് ഇമാജിനറി നമ്മുടെ എയ്റോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ്, ഡ്രോൺസ് ഇതുപോലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സർവേ ചെയ്യുന്നതാണ് ഏരിയൽ സർവേ എന്ന് പറയുന്നത്. ഈ ഏരിയൽ സർവേയുടെ വേറൊരു പേരാണ് ഫോട്ടോഗ്രമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ അസ്ട്രോണമിക്കൽ സർവേ. അസ്ട്രോണമിക്കൽ സർവേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെവൻലി ബോഡി ആയിട്ടുള്ള സണ്ണ്, മൂണ്, സ്റ്റാർസ് ഇതിൻ്റെയൊക്കെ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അസ്ട്രോണമിക്കൽ സർവേ ചെയ്യുന്നത്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ അസ്ട്രോണമിക്കൽ സർവേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് സർവേയിങ്ങിൽ വരുന്നത്. അപ്പം മെയിൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത്. പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങുമാണ്.
അപ്പോൾ മെയിൻ ഡിവിഷൻ പ്ലെയിൻ സർവേയിങ്, ജിയോഡറ്റിക് സർവേ. അടുത്ത് നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ് ബേസ് ചെയ്തിട്ട് കോമ്പസ്, ചെയിന്, തിയോഡലൈറ്റ്, പ്ലെയിൻ ടേബിൾ സർവേയിങ് എറ്റ്സെട്ര. മെത്തേഡ് ബേസ് ചെയ്ത് രണ്ടെണ്ണമാണ്, ട്രാവേഴ്സിങ്, ട്രയാങ്കുലേഷൻ. പർപ്പസ് ബേസ് ചെയ്ത് മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, മിലിറ്ററി സർവേ. പ്ലേസ് ബേസ് ചെയ്തിട്ട് ലാൻഡ് സർവേ. ലാൻഡ് സർവേയിൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. ഏതൊക്കെയാണത്? ടോപ്പോഗ്രാഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേ, എഞ്ചിനീയറിംഗ് സർവേ. ആ എഞ്ചിനീയറിംഗ് സർവേ തന്നെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: റിക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ, ലൊക്കേഷൻ സർവേ. ദെൻ അടുത്ത് പറയുന്ന ഹൈഡ്രോഗ്രാഫിക്കൽ, മറൈൻ, ഏരിയൽ, ആസ്ട്രോണമിക്കൽ സർവേ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്.